ഹിപ്പീസത്തിന് 60 വർഷം തികയാണ്. 1960കളുടെ മധ്യഭാഗത്ത്, അതായത് 65കളിലാണ് ഇത് തുടങ്ങിയത്. അമേരിക്കയിലായിരുന്നു, സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ ഹിപ്പീസം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ നാം കരുതുന്നത് പോലെ ഒന്നായിരുന്നില്ല ഹിപ്പീസം. അതൊരു പ്രസ്ഥാനം തന്നെയായിരുന്നു. യുദ്ധത്തിനെതിരെ, പ്രകൃതിയോട് അനുഭാവം, പരമ്പരാഗതമായ വിശ്വാസങ്ങളെ എതിർക്കുക, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു മുടി നീട്ടി വളർത്തുക എന്നുള്ളത് ഈ ഹിപ്പീസത്തിലുള്ളവരുടെ ഒരു പ്രധാനമായിട്ടുള്ള രീതിയായിരുന്നു. അതായത് എതിർക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുടി നീട്ടി വളർത്തുക, അതുപോലെ തന്നെ കീറിയ വസ്ത്രങ്ങൾ ധരിക്കുക, പലതിനോടും പരമ്പരാഗതമായ രീതികളോടെല്ലാം അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലഹരിയും ഉപയോഗിച്ചു. അതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ അത് പ്രകൃതിയുടെ സ്നേഹവും മനുഷ്യ സ്നേഹവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതായിരുന്നു. വിയറ്റ്നാം യുദ്ധത്തിനെതിരായിട്ടുള്ള ഒന്നുകൂടിയായിരുന്നു ഈ ഹിപ്പീസം. ഈ അമേരിക്കയാണ് വിയറ്റ്നാമിൽ അതിക്രൂരമായ യുദ്ധം തുടങ്ങിയത്. അവിടുത്തെ തദ്ദേശവാസികളൊക്കെ കൊന്നൊടുക്കിയതുമൊക്കെ അമേരിക്കയാണ്. അപ്പം അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയായിരുന്നു യുവാക്കൾക്കിടയിൽ അമേരിക്കയിൽ വളർന്നത്. അതാണ് ഹിപ്പീസമായി മാറിയത്. പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ ഇതിൻ്റെ രൂപങ്ങളൊക്കെ അങ്ങ് മാറി. കേരളത്തിൽ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രീയ വിശ്വാസം എന്നുള്ള രീതിക്കപ്പുറം അതൊരു ഫാഷൻ ആയിട്ട് മാത്രം മാറി. അതോടൊപ്പം പരമ്പരാഗതമായ രീതികളെയൊക്കെ എതിർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും സംഘടിത രൂപമായിരുന്നില്ല. പഴയ തലമുറയൊക്കെ എതിർക്കുക, അവർ പറയുന്നത് കേൾക്കാതിരിക്കുക, അതായത് തലമുറകളുടെ ഒരു അന്തരത്തിനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലൊക്കെ. ഇവിടെ മുടി നീട്ടി വളർത്തി, അതുപോലെ തന്നെ വസ്ത്രധാരണത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തി, പഴയ ആൾക്കാരെയൊക്കെ അവരുടെ സങ്കല്പങ്ങളെയും രീതികളെയൊക്കെ എതിർത്ത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു രൂപമായിരുന്നു കേരളത്തിൽ ഹിപ്പീസം അവതരിപ്പിച്ചതിലൂടെ സംഭവിച്ചത്. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ അത് കുറേ കാലം നിലനിന്നുവെങ്കിലും കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താതെ അത് പോയി. പിന്നീട് ഇത് മുടി നീട്ടി വളർത്തിയവരെയൊക്കെ ഹിപ്പികൾ എന്ന രീതിയിൽ നാം അഭിസംബോധന ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കേരളത്തിൽ വലിയൊരു സ്വാധീനമായിരുന്നു ഇത്. പക്ഷേ അടിസ്ഥാനപരമായ ആ രാഷ്ട്രീയ ദർശനം, പ്രകൃതിയോടുള്ള സ്നേഹം, പരിസ്ഥിതിയോടുള്ള സ്നേഹം, യുദ്ധത്തിനോടുള്ള എതിർപ്പ്, ഇതൊക്കെയായിരുന്നു ഹിപ്പീസം. പക്ഷെ അതൊന്നും ആയിരുന്നില്ല കേരളത്തിൽ. പക്ഷെ കുറേ കാലം കേരളത്തിൽ അത് ഓടി എന്ന് പറയാം.